നമസ്കാരം. അനധികൃത കുടിയേറ്റക്കാരെ ഏതു വിധേനയും ഒഴിപ്പിക്കുമെന്ന കടുത്ത നിലപാടിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഓരോ രാജ്യങ്ങളിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയക്കുകയാണ് ട്രംപ് ചെയ്യുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളെ മുഖവിലക്കെടുക്കാതെയുള്ള ട്രംപിന്റെ നടപടികൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകൾക്കും കാരണമാകുന്നു. എന്നാൽ ഈ എതിർപ്പുകൾ നികുതി കൂട്ടുമെന്ന ഭീഷണി ഉയർത്തി തന്നെ ഇല്ലാതാക്കുകയും ട്രംപ് ചെയ്യുന്നുണ്ട്. കൊളംബിയ എന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യവും ട്രംപിന്റെ നയത്തിൽ നട്ടം തിരിയുകയാണ്. സോഷ്യലിസ്റ്റായ പ്രസിഡന്റായ ഗുസ്താവോ പെട്രോ ഭരിക്കുന്ന ഈ ഒരു കൊളംബിയയോട് ട്രംപിന് അശ്ലേഷം താല്പര്യവുമില്ല. അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ അനധികൃത കൊളംബിയൻ കുടിയേറ്റക്കാരെ തിരിച്ചയച്ചു തുടങ്ങിയിരുന്നു. 2 അമേരിക്കൻ സൈനിക വിമാനത്തിലാണ് കൊളംബിയയിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയച്ചത്. എന്നാൽ ഈ വിമാനങ്ങൾക്ക് കൊളംബിയയിൽ ലാൻഡ് ചെയ്യാനുള്ള അനുമതിയും ലഭിച്ചില്ല. ഇതോടെ വിമാനങ്ങൾക്ക് തിരികെ അമേരിക്കയിലേക്ക് മടങ്ങേണ്ടി വന്നു. ഈ സംഭവത്തോടെ ട്രംപ് ആകെ രോക്ഷാകുലനായിരിക്കുകയാണ്. ഇതോടെ അമേരിക്കയിൽ വിൽക്കുന്ന കൊളംബിയൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 25% അധിക നികുതി ഏർപ്പെടുത്തുകയാണ് ട്രംപ് ചെയ്തത്. കൂടാതെ കൊളംബിയൻ അധികൃതർ തന്നെ നൽകുന്ന ഡിപ്ലോമാറ്റിക് വിസ നിർത്തലാക്കുകയും ചെയ്തു. സോഷ്യൽ ട്രൂത്ത് എന്ന സാമൂഹ്യ മാധ്യമത്തിലൂടെ ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടെ കൊളംബിയ സാമ്പത്തികമായി പ്രതിസന്ധിയിലാകുന്ന അവസ്ഥയിലുമാണ്. എന്നാൽ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ കുടിയേറ്റക്കാരെ തന്നെ തിരികെ എത്തിക്കാൻ തന്റെ സ്വകാര്യ വിമാനം വിട്ടു നൽകാമെന്നും മറുപടി നൽകി. മനുഷ്യത്വത്തിന് വില നൽകി മാന്യമായി അവരെ തിരിച്ചയക്കണമെന്നാണ് പെട്രോ ആവശ്യപ്പെട്ടത്. ട്രംപിന്റെ തീരുമാനത്തിൽ വിവാദം ചൂടുപിടിക്കുകയാണ്. അമേരിക്കയിലേക്ക് അനധികൃതമായി തന്നെ കുടിയേറ്റവരെ അതത് രാജ്യങ്ങൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് ട്രംപിന്റെ നിലപാടും. ഇക്കാര്യം കൊളംബിയയ്ക്ക് എതിരായ നടപടിയിലൂടെ ഒരിക്കൽ കൂടി ട്രംപ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതേസമയം ട്രംപിന്റെ നാടുകടത്തൽ നടപടിയിൽ പല രാജ്യങ്ങളും അമർഷത്തിലാണ്. അമേരിക്കയിൽ നിന്ന് നാടുകടത്തപ്പെട്ട 88 കുടിയേറ്റക്കാർ കൈവിലങ്ങുമായി തന്നെ വിമാനത്തിൽ എത്തിയതിനു പിന്നാലെ ശക്തമായ പ്രതിഷേധം ബ്രസീൽ ഗവൺമെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുടിയേറ്റക്കാരെ തന്നെ കയറ്റി അയച്ച വിമാനത്തിൽ വെള്ളമോ AC-യോ ഉണ്ടായിരുന്നില്ല. കൂടാതെ കൈവിലങ്ങ് വയ്ക്കുകയും ചെയ്തിരുന്നു. US-ന്റെ ഈ നടപടിയിൽ ബ്രസീൽ ഗവൺമെന്റ് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുടിയേറ്റക്കാരോട് കാണിച്ച പെരുമാറ്റം മനുഷ്യാവകാശങ്ങളോടുള്ള നഗ്നമായ അവഗണനയാണെന്ന് ബ്രസീൽ വിദേശകാര്യ മന്ത്രാലയം പറയുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് കടുത്ത കുടിയേറ്റ വിരുദ്ധ അജണ്ടയുമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ബ്രസീലിനോട് മോശമായ പെരുമാറ്റം നടത്തിയത്. ഗ്വാട്ടിമാല, ബ്രസീൽ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് അനധികൃത കുടിയേറ്റക്കാരുമായി നിരവധി വിമാനങ്ങളാണ് US-ൽ നിന്നും പറന്നുയർന്നത്. യാത്രക്കാരോടുള്ള തരം താഴ്ന്ന പെരുമാറ്റത്തെക്കുറിച്ച് US സർക്കാരിനോട് വിശദീകരണം ആവശ്യപ്പെടുമെന്നും വിദേശകാര്യ മന്ത്രാലയം X-ൽ കുറിച്ചു. 7 മാസത്തോളം അദ്ദേഹം അമേരിക്കൻ തടങ്കലിലായിരുന്നുവെന്നും 31-കാരനായ എഡ്ഗർ ടി സിൽവ മൗറയും വിമാനത്തിലുണ്ടായിരുന്നുവെന്നും പറയുന്നു. എന്നാൽ ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ പുറപ്പെടുവിച്ച ഏതെങ്കിലും ഇമിഗ്രേഷൻ ഓർഡറുകളുമായി നാടുകടത്തൽ വിമാനത്തിന് നേരിട്ട് ബന്ധമില്ലെന്നും പകരം 2017 ഉഭയകക്ഷി കരാറിൽ നിന്ന് ഉടലെടുത്തതാണെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചതായി AFP റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി.